അല്ല മോളെ, എന്തുണ്ട് വിശേഷം? അമ്മ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അവിടെ നല്ലോണം ആഘോഷിച്ചു എല്ലാവരും? ആ അമ്മ, നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. മമ്മ ഇവിടെ വരണ്ടായിരുന്നു. ഓ എന്ത് ചെയ്യാനാ മോളെ, എനിക്കിവിടെ അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റുന്നേ. എല്ലാം ഞാൻ വരില്ല എൻ്റെ പൊന്നു മക്കളുടെ കൂടെ. ആ അമ്മ, അവിടെയാണെങ്കിലേ ഞാനൊരു പുതിയൊരാളെ പരിചയപ്പെട്ടു. ആളുടെ പേര് എന്താണ് പേര്? പറയ് കേക്കട്ടെ. നന്ദു എന്നാ അവന്റെ പേര്. ആഹാ, കൊള്ളാലോ, നല്ല പേരാണല്ലോ. ഓൻ എത്രയിലാണ് പഠിക്കുന്നേ? അവൻ എന്റെ സെയിം പ്രായമാണമ്മ. ഓഹോ, അല്ല നല്ലോണം പൊക്കി പറയുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഒന്നുമില്ല, അവൻ നല്ലൊരാളാണ്, നല്ല മനസ്സിനുടമയാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഫ്രണ്ടാണ് അവൻ. ഓഹോ മമ്മ, ഫ്രണ്ട് എന്ന രീതിയിലാ ഇഷ്ടമെന്നാ കേട്ടോ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്താ മോളെ, മോളെ പറ്റി ഈ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ആമി മോളെ, നീ അവിടെ എന്താ സംസാരിക്കുന്നേ? കുറെ നേരം ആയല്ലോ. ഈ മമ്മ ഇപ്പൊ എന്താ ചോദിക്കുന്നേ? ഞാൻ ഇപ്പൊ എന്ത് പറയോ എന്തോ. അതെന്താണ് പറഞ്ഞാല്? നിന്നോട് സംസാരിക്കുകയാണെന്ന് പറയേ. അത് മമ്മയ്ക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ആ അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ വിട്. ഞാൻ അർജുനോട് നാളെ എന്ത് ചെന്ന് പറയുന്നേ? നീ തന്നെ പറ, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാനെന്താ പറയാനാ? നീ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പറയുന്നേ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ തട്ടിക്കൂട്ടി പറയാൻ ഇതെന്താ തട്ടുമത്സരമോ? പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഈ കാര്യം കാണുന്ന മമ്മയോട് പറഞ്ഞായില്ലേ, എന്നെ തല്ലുന്നേനെ കണക്കൊന്നും ഉണ്ടായിരിക്കില്ല. ഞാനല്ലേ ഇതൊക്കെ വാങ്ങുന്നേ, നീയല്ലോ. പിന്നെ ഞാൻ ഇപ്പം എന്ത് പറയാനാ? നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തന്നെ. എനിക്ക് താല്പര്യമില്ലാന്നേ, നീ അർജുനോട് നേരെ അങ്ങ് പറഞ്ഞേരെ. അപ്പൊ അവന് വിഷമാവൂലേ? പിന്നെ ഞാൻ വിഷമാവെന്ന് നീ നോക്കുന്നില്ലേ? കൊള്ളാലോ. ശരി ശരി ശരി, നീ ഇനി കടന്ന് ബഹളം വെച്ച് ആൾക്കാരെ അറിയിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം പോരെ. മതി മതി. എന്തായാലും മിഥുൻ, നീ പോയ കാര്യം ആമയോട് നീ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞോ? എന്താണ് മുഖത്തൊരു വാട്ടം? പോയ പോലെ ഒന്നും അല്ലല്ലോ തിരിച്ചു വരുന്നത്. പോയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പം എന്ത് പറ്റി? ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നല്ലോ. വന്നപ്പോൾ മുതൽ നീ ആണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തുണ്ടെങ്കിലും നീ പറഞ്ഞോളൂ. അത് പിന്നെ അർജുൻ, എന്താണ് കാര്യം എന്ന് വെച്ചാലേ, നിനക്ക് എന്താ വിക്കുണ്ടാ? നീ അർജുൻ എന്നൊക്കെ പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം പറയും. ആമി പറഞ്ഞു അവൾക്ക് താല്പര്യമില്ല എന്ന്. ഓ, അവൾ അങ്ങനെ പറഞ്ഞോ? അതെ അതെ പറഞ്ഞു. അത് സാരമില്ല, അവളെ കൊണ്ടേ ഞാൻ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചോളാം. കാരണം എനിക്കാണല്ലോ അവളെ കൂടുതൽ ഇഷ്ടം. ഞാൻ തന്നെ സമീപിച്ചോളാം. അല്ലെങ്കിലേ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമായിരിക്കും. ആ ദിവസം വരുന്നവരെ വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പം ഞാൻ ഇപ്പം എന്ത് പറയാനാണ്? അവളുടെ അമ്മ ഇത് അറിഞ്ഞാലേ അവൾക്കൊരു നല്ല തല്ല് കിട്ടും അർജുൻ. അതും കൂടെ നീ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ അധികം നേരം അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും മിഥുൻ. ശരി എന്നാ, നീ എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ ബിരിയാണി ആദ്യം വാങ്ങിച്ചാൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടോ. നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം അർജുൻ. ഈ ഒരു സമയത്തും ഞാൻ ബിരിയാണി ചോദിക്കുന്നതെന്നല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല നീനെ പറഞ്ഞു വിട്ടതും, അതായത് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉവ്വ ബിരിയാണി അല്ലേ, ഞാൻ വാങ്ങിച്ചു തരാം. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ തന്നെ വിട്ടോ.